മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയോടായിട്ട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്? ഇന്ന് പൂജാമുറിയിൽ വിളക്കൊന്നും വെച്ചില്ലല്ലോ, അടുക്കളയിൽ എന്താ കയറിയില്ല എന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് കരുണ. അപ്പോഴേക്കും നീ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇവിടെ മഞ്ജു വന്നതല്ലേ, അവൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നെല്ലാം പറയുമ്പോൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് കരുണ പറയുന്നുണ്ട്. മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണ ദേഷ്യപ്പെടുന്നു. എനിക്കിനി ആരെ കാര്യവും ചെയ്യാനായിട്ട് കഴിയില്ല, എന്നോട് ഇനി ഒരു കാര്യവും പറയണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകാൻ ഒരുങ്ങുന്ന കരുണയോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കരുണേ നിനക്കിതിനെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും, കണ്ണേട്ടനാണെങ്കിൽ ഇതൊന്നും സഹിക്കില്ല എന്ന് പറയുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, അയാൾ ആരാണ് ഇതെല്ലാം സഹിക്കാനെന്ന് ചോദിക്കുന്നു. ഇനി എനിക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ട് കഴിയില്ല, വേണമെങ്കിൽ ഒരു വേലക്കാരെ നിർത്തി ജോലി ചെയ്യിക്കണം, അല്ലാതെ ഇവിടെയുള്ളവർക്കൊന്നും വെച്ച് വിളമ്പാനായിട്ട് എനിക്കൊരിക്കലും പറ്റില്ല, ഞാൻ അതൊന്നും ശീലിച്ചിട്ടില്ല എന്നെല്ലാം പറയുമ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, നീ എന്താണെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഞാനും കണ്ണേട്ടനും ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു. അങ്ങനെ മഹി പോകുന്നത് നോക്കിക്കൊണ്ട് വളരെ ദേഷ്യപ്പെട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കരുണ. കലിതുള്ളിയ കരുണയാണെങ്കിൽ മഹിയെ സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് തള്ളിവിടുകയാണ്. അങ്ങനെ മഹിയാണെങ്കിൽ ഉരുണ്ട് താഴെ വന്ന് വീഴുകയാണ്. ഇത് കണ്ട് വളരെ സന്തോഷത്തോടു തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കരുണ. കരുണയ്ക്കാണെങ്കിൽ ഇതിൽ പരം ഒരു സന്തോഷം ഇനിയില്ല, താൻ വിചാരിച്ച കാര്യം നടന്നല്ലോ എന്നോർത്ത് സന്തോഷിച്ച് നിൽക്കുകയാണ് കരുണ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ മഞ്ജു ആണെങ്കിൽ അങ്ങോട്ട് ഓടി വരികയാണ്. ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് മഹിയെ വിളിച്ചുണർത്തുന്നുണ്ടെങ്കിലും മഹിയാണെങ്കിൽ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ബോധമില്ലാതെയായി പോവുകയാണ്. എന്തു പറ്റി കരുണയെന്ന് ചോദിച്ചു വരുന്ന ഉണ്ണിയോടായിട്ട് കരുണ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ അവളെ തള്ളി താഴെയിട്ടാണ്, അല്ലാതെ അവൾ തന്നെ താഴെ വീണതല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെപ്പോലെ പോകുന്നത് കണ്ട് ഉണ്ണിയാണെങ്കിൽ ആശ്ചര്യപ്പെട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, കരുണയാണെങ്കിൽ എല്ലാ വീട്ടുകാര്യങ്ങളും ഇപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, അവൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു തുടങ്ങിയെന്ന് പറയുമ്പോഴേക്കും അതൊക്കെ കാലം കൊടുത്ത ശിഷ്യയാണെന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, മഹിയെ ദ്രോഹിച്ചതിന് ദൈവം കൊടുത്തതാണെന്നെല്ലാം പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കണ്ണനൊരു ഫോൺ വരുന്നു. അത് മഞ്ജു ആയിരിക്കും. മഞ്ജു പറയുന്ന കാര്യങ്ങൾ കേട്ട് കണ്ണനാണെങ്കിൽ ആകെ സ്തംഭിച്ച് തന്നെ നിൽക്കുകയാണ്. എന്തു പറ്റിയെന്ന് അനന്ത് ചോദിക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് പോകണം, മഹിയാണെങ്കിൽ സ്റ്റെപ്പിൽ നിന്നും താഴെ വീണു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകുകയാണ്. ഈ സംഭവത്തിന് ശേഷം കരുണയാണെങ്കിൽ കരുണാലയത്തിലെത്തുകയാണ്. എന്നിട്ട് മോഹിനിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനും മുത്തശ്ശിയുമെല്ലാം എവിടെയെന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അവർ ഒരു തീർത്ഥാടനത്തിന് പോയതാണെന്ന് പറയുന്നുണ്ട്. നീ എന്താണ് അവിടെ നിന്ന് വഴക്കിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നോടൊന്നും ചോദിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ഞാൻ വഴക്കിട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്നെല്ലാം ചോദിച്ചുകൊണ്ട് മോഹിനിയുടെ നേരെ ചാടിക്കടിക്കുകയാണ് കരുണ. അപ്പോഴേക്കും മോഹിനി ചോദിക്കുന്നത്, നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നതെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും നീ എന്തെങ്കിലും ലക്ഷ്മിയും കണ്ണനും പറയുന്നത് കേൾക്കാതെയാണോ ഇങ്ങോട്ട് വന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ എനിക്കിനി ആ വീട്ടിലെ ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കില്ല, എൻ്റെ അച്ഛൻ ചെയ്ത കുറ്റത്തിന് ഞാൻ എന്തിന് ശിക്ഷ അനുഭവിക്കണം, എനിക്ക് ആ വീടാണെങ്കിൽ തുടച്ച് തൂക്കാനൊന്നും പറ്റില്ല, എന്നെ അവിടെ വെച്ച് വറുത്ത് കോരുകയാണ് അവരെല്ലാവരും കൂടി എന്നെല്ലാം പറയുമ്പോഴേക്കും ഇതിലും ഭേദം ഞാൻ ജയിലിൽ പോകുന്നതാണെന്നെല്ലാം പറയുന്നത് കേട്ട് മോഹിനി ചോദിക്കുന്നുണ്ട്, നീ ജയിലിൽ പോകാൻ എന്ത് കാര്യമാണ് അവിടെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നീട് അറിയുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണ അകത്തോട്ട് പോവുകയാണ്. കരുണ എന്തോ ഒപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന മോഹിനിയാണെങ്കിൽ ഉടനെ തന്നെ മഹിയെ വിളിക്കുന്നു. അങ്ങനെ മഹിയെ കിട്ടാതെയാകുമ്പോഴേക്കും ആകെ ടെൻഷനാകുകയാണ് മോഹിനിക്ക്. പിന്നീട് കണ്ണനും അനന്തവും മഞ്ജുവും എല്ലാം പെട്ടെന്ന് തന്നെ മഹിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അങ്ങനെ സ്ട്രക്ചറിൽ കടത്തി മഹിയെ ഹോസ്പിറ്റലിൻ്റെ ICUയിലോട്ട് കടത്തുകയാണ്. മഞ്ജു ആണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തിയെ കരുണയാണെങ്കിൽ താഴോട്ട് തള്ളിയിട്ടതാണെന്ന് പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ആകെ ഷോക്കായി തന്നെ നിൽക്കുകയാണ്. കണ്ണൻ പറയുന്നുണ്ട് മഞ്ജുവിനോട്, ഈ സമയത്ത് മഹിയും കുഞ്ഞിനെയും കമലേശ്വരത്ത് നിർത്തിയത് അബദ്ധമായി പോയല്ലോ എന്നെല്ലാം പറയുമ്പോഴേക്കും നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, അടിച്ചിറക്കണ കണ്ണേട്ട അവിടെ ഉള്ളവരെയെല്ലാം, എന്തിനാണ് കണ്ണേട്ട നമുക്ക് ഇങ്ങനെ ഒരു അമ്മയും ആങ്ങളെയും നാത്തൂനുമെല്ലാം ആരും മുന്നിൽ വേണ്ട, എൻ്റെ അമ്മ അടക്കം അവിടെയാണ് നിന്ന് എല്ലാവരെയും അടിച്ചിറക്കണമെന്നെല്ലാം മഞ്ജു പറയുന്നത് കേട്ട് കണ്ണനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. തൻ്റെ മഹിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും വെറുതെ വിടില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് കണ്ണൻ. പിന്നീട് അനന്തുവാണെങ്കിൽ ലേഖയോടായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ ചെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ലേഖയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. മഹിക്ക് എന്തെങ്കിലും സംഭവിച്ചോ അനന്തുവേട്ട എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ലേഖ ആകെ ടെൻഷൻ അടിക്കുന്നത് കണ്ട് അനന്ത് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് റെഡിയായി നമുക്ക് അങ്ങോട്ട് പോകാം എന്നെല്ലാം പറയുകയാണ്. അങ്ങനെ മഹിയെ കാണാനായിട്ട് ലേഖയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അതേസമയം മഹിയെ വിളിച്ചിട്ട് കിട്ടാണ്ട് കണ്ണനെ വിളിക്കുകയാണ് മോഹിനി വിളിക്കുന്നതും കണ്ണൻ പറയുന്നുണ്ട്, കരുണയാണെങ്കിൽ സ്റ്റെപ്പിൽ നിന്നും താഴോട്ട് മഹിയെ ഉന്തിയിട്ടതാണ്, ഇപ്പോൾ അയാൾ ICUയിലാണ്, അയാൾക്ക് ബോധം തെളിഞ്ഞിട്ടില്ല എന്നെല്ലാം പറയുന്നത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ് നമ്മുടെ മോഹിനി.
ഈ വിവരമറിഞ്ഞ തോമസ് വൈദ്യന് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. എന്നിട്ട് സഹോദരിയോടായിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് മഹിയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കണമെന്ന് പറയുമ്പോൾ, എനിക്ക് രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് രക്ഷപ്പെടുത്താൻ പറ്റില്ല, ആരെങ്കിലും ഒരാൾ മാത്രമേ പറ്റുള്ളൂ ഈ ചായ എന്നെല്ലാം പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന തോമസ് വൈദ്യനാണെങ്കിൽ ആകെ വിഷമിക്കുകയാണ്. ICUവിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്ന കണ്ണൻ്റെ അടുത്ത് തോമസ് വൈദ്യൻ എത്തുന്നുണ്ട്. എന്നിട്ട് തോമസ് വൈദ്യൻ പറയാണ്, താൻ എന്തൊരബദ്ധമാണോ കാണിച്ചത്, കരുണയെ പോലുള്ള ഒരു ആൾ ആ വീട്ടിലുള്ള സമയത്ത് അങ്ങോട്ട് മഹീനെ കൊണ്ടുപോകാൻ പാടില്ലാത്തതാണെന്ന് തനിക്കറിയാവുന്നതല്ലേ, അവരുടെയൊക്കെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് തനിക്ക് അറിഞ്ഞുകൂടെ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് തോമസ് വൈദ്യനാണെങ്കിൽ കണ്ണനെ കെട്ടിപ്പിടിക്കുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങളെല്ലാം, അതുകൊണ്ട് ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനെ ആശ്വസിപ്പിക്കുകയാണ് തോമസ് വൈദ്യൻ. യാതൊരുവിധ കൂസലുമില്ലാതെ കരുണയാണെങ്കിൽ മുറിയിലിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മോഹിനി വരുന്നുണ്ട്. മോഹിനി വരുന്നതും കരുണയുടെ മുഖത്ത് നോക്കി നല്ല ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കരുണയെ അടിച്ച് ഒരു പരുവത്തിലാക്കുന്നുണ്ട്. അപ്പോഴേക്കും കരുണയ്ക്കാണെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ മോഹിനിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും മോഹിനിയാണെങ്കിൽ വീണ്ടും കരുണയ്ക്കിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട്. നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുമല്ലേടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മുടിക്കുത്തിലെല്ലാം പിടിച്ച് കരുണയെ താഴോട്ട് തള്ളിയിടുന്നുണ്ട്. അങ്ങനെ തൻ്റെ ദേഷ്യം മുഴുവൻ തന്നെ കരുണയോടായിട്ട് തീർക്കുന്നുണ്ട് മോഹിനി. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.